നമസ്കാരം വ്യൂവേഴ്സ്, അരവീസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ആക്ച്വലി മറൈൻ വേൾഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 5 മണിക്ക് രജീഷ വിജയൻ മെർമെയ്ഡ് ഷോയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി വരുന്നുണ്ട്. അത് മാത്രമല്ല പാലക്കാടിനായിട്ട് അങ്ങനെ ഫൈനലി മറൈൻ വേൾഡ് ഓപ്പൺ ചെയ്യുകയാണ്. സോ ഇവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചെറിയൊരു ജലദോഷമുണ്ട്, അതാണ് മാസ്ക് ഒക്കെ വെച്ചിരിക്കുന്നത്. ആൻഡ് ശബ്ദം കുറച്ച് അടച്ചതുപോലെ ഉണ്ടാവാം. ഐ എം സോ സോറി. ബട്ട് ഇന്ന് എന്തായാലും ഈ ദൃശ്യങ്ങൾ നമ്മളെ കാരണം നൈല ഉഷയുടെ ഇനോഗ്രേഷൻ നമ്മളാണ് ആദ്യം യൂട്യൂബിലിട്ടത്. സെയിം ആ ഒരു എക്സ്ക്ലൂസിവിറ്റി നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. അതിനുവേണ്ടി തന്നെയാണ് ജലദോഷമായിരുന്നിട്ടും ഞാൻ എന്തായാലും ഇന്ന് ഇവിടേക്ക് വന്നത്. സോ സമയം ഇപ്പോൾ 4:30 ആവുന്നേ ഉള്ളൂ. നമുക്ക് 5 മണി വരെ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ നല്ല വെയിലാണ്, കുറച്ച് തണലുള്ള സ്ഥലത്ത് പോയിന്ന് റെസ്റ്റ് എടുത്തിട്ട് ഉദ്ഘാടനത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കവർ ചെയ്യാം. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ 3ാമത്തെ തവണയാണ് മറൈൻ വേൾഡിലേക്ക് ഞാൻ എത്തുന്നത്. കാരണം ഇതിന് മുൻപ് നമ്മൾ വന്ന സമയത്ത് ഇവർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്നിവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു. അതിനുശേഷമാണ് ഇവർ പുറത്ത് ഗേറ്റൊക്കെ വെച്ച് ഫ്ലെക്സൊക്കെ വെച്ച് 22 എന്നുള്ളൊരു അറിയിപ്പ് തന്നെ ഉണ്ടാക്കിയത്. അന്ന് ഉദ്ഘാടനത്തിൻ്റെ വ്ളോഗ് എടുത്തുകൊണ്ടാണോ തോന്നുന്നു ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടന്മാർക്കൊക്കെ എന്നെ നല്ല പരിചയമായി. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഇന്ന് വലുതായിട്ട് ഇനോഗ്രേഷൻ ഫംഗ്ഷൻ ഒന്നും ഉണ്ടാവില്ല, സെലിബ്രിറ്റി വരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെയാണ്. എന്തായാലും ഇപ്പോഴും വെയിറ്റിംഗ് ആണ്. 5 മണി ആയിട്ടില്ല. ചിലപ്പോൾ 5 മണിക്ക് കറക്റ്റായിട്ട് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ നമ്മുടെ ബാക്കിലുണ്ട്. 150 രൂപയാണ്. എത്രയാ, ഐ തിങ്ക് 3 വയസ്സിന് അല്ലെങ്കിൽ 5 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് ഫുൾ ടിക്കറ്റ് എടുക്കണമെന്നുണ്ട്. അതൊന്നും ഒട്ടിച്ചിട്ടില്ല. 150 രൂപ ടിക്കറ്റ് കൗണ്ടർ, പിന്നെ ഗൂഗിൾ പേ. ഇത് രണ്ടും ഇവിടെ ഇൻസ്ട്രക്ഷനായിട്ട് വെച്ചിട്ടുള്ളൂ. കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ ബാക്ക് ക്യാമറ ഓൺ ചെയ്യാം. ഇവിടെ ജയൻറ്റ് വീലുണ്ട്, പിന്നെ എന്തൊക്കെയോ കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡ്സൊക്കെ അവരപ്പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. വർക്കിംഗ് കണ്ടീഷനിലാണോ എന്നറിയില്ല. അത് ഇന്ന് വർക്കിംഗ് കണ്ടീഷൻ ആവുമെന്നും അറിയില്ല. സോ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് കാണുക തന്നെ ചെയ്യാം. അങ്ങനെ മറൈൻ വേൾഡ് ഇന്ന് ഓപ്പൺ ചെയ്യും എന്നുള്ള കാര്യം ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാനുള്ള ആൾക്കാരൊക്കെ ക്യൂ നിന്ന് കഴിഞ്ഞു. എനിക്ക് ക്യൂ എടുക്കാനായിട്ട് വേറൊരു വ്ളോഗർ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആളുടെ കയ്യിലാണ് പൈസ കൊടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ എന്തായാലും ഇനി ടിക്കറ്റ് കൗണ്ടർ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. സമയം 5:10 ഇവിടെ ചെണ്ടമേളമൊക്കെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സെലിബ്രിറ്റി വന്നതിന് ശേഷമേ ഓപ്പൺ ചെയ്യുള്ളൂ എന്നും അറിയില്ല. ഒരു കാര്യം ഇവിടെ ഒരു കൺഫർമേഷൻ ആയിട്ടില്ല. തുറക്കുമെന്ന് ഏകദേശം ഒരു ഉറപ്പ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. കാരണം ഇത്രയും ആൾക്കാർ വന്നിട്ടുണ്ട്, ഒരുക്കങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ഓപ്പൺ ചെയ്യും. സോ നമുക്ക് എന്ത് ചെയ്യാം, എന്നത്തെയും പോലെ വെയിറ്റ് തന്നെ ചെയ്യാം. മറൈൻ വേൾഡ് ഇപ്പോഴും തുറന്നിട്ടില്ല. ഇവിടെ നമ്മുടെ ചലഞ്ചേഴ്സ് കൊട്ടാരക്കര നൈല ഉഷയുടെ കൂടെ ഉണ്ടായിരുന്ന ബൗൺസർ ചേട്ടന്മാർ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു. അവർ പറഞ്ഞ് 6 മണി ആവുമെന്നാണ്. ചിലപ്പോൾ ഇനി സെലിബ്രിറ്റി വന്നതിന് ശേഷം ഓപ്പണിംഗ് കാണും. ടിക്കറ്റ് കൗണ്ടറിൽ ഇപ്പോൾ തന്നെ അത്രയും ക്യൂ ഉണ്ട്. ആൾക്കാരൊക്കെ പിറുവിറുത്ത് തുടങ്ങി. ഇവരെന്താ ഇങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല. സീരിയസ്ലി എനിക്കും ഈ വെയിലത്ത് നിന്ന് വെയിറ്റ് ചെയ്ത് ഇതിനകത്ത് കയറുമ്പോൾ AC ഉണ്ടാവും എന്നുള്ളതാണ് ആകെ ഒരു ആശ്വാസം. ഇനി AC കൂടെ വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു പാട് തന്നെയായിരിക്കും അത്. ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇവിടെ എത്തുന്നത് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒത്തിരി എക്സൈറ്റഡ് ആണ് അതിനായിട്ട്. അല്ലേ? ആണോ? ആണ്. ഓക്കെ, അതാരാ പറയുന്നേ? കുറച്ച് അടിപൊളി ആളുകളുണ്ട് കേട്ടോ ഈ സൈഡിലായിട്ട്. ഓക്കെ, എനിവേ, അപ്പൊ നിങ്ങൾക്ക് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് മുതൽ നിങ്ങൾക്ക് സ്വന്തമായിരിക്കുന്നത്. നമ്മുടെ പാലക്കാടിലെ വ്ളോഗേഴ്സ് എല്ലാവരും റെഡിയാണ്. ബൗൺസർ ചേട്ടന്മാരും ഉണ്ട്. 6 മണിയായി. ഏകദേശം ഗസ്റ്റ് വരാനുള്ള ടൈം ആയിട്ടുണ്ട്. സോ ഇവിടെ ഏകദേശം എല്ലാം സെറ്റാണ്. അന്നത്തെ പോലെ തന്നെ നീല വിളിച്ച് ഇപ്പോഴും ഓണാണ്. സോ നമുക്കിനിയും വെയിറ്റ് ചെയ്യാം. സമയം 6 മണി കഴിഞ്ഞു. ഗസ്റ്റ് വന്നിട്ടില്ല. ഗസ്റ്റ് വന്നിട്ടേ ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ. അവർ പറയുന്നുണ്ട് 16-ാം തീയതി നൈല ഉഷ ഓപ്പൺ ചെയ്തതാണ്. നമുക്ക് എന്തായാലും ഇന്നും മീഡിയ അകത്ത് കയറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം എത്രത്തോളം ഫുട്ടേജ് കിട്ടുന്നുണ്ട്.
നിറഞ്ഞ കൈകളോടുകൂടി നമുക്ക് ഇവരെ വേദിയിലോട്ട് ഇൻവൈറ്റ് ചെയ്യാം. പ്രിയപ്പെട്ട കലാകാരിയെ നമുക്ക് ഈ വേദിയിലോട്ട് ഇൻവൈറ്റ് ചെയ്യാം. ഇരുന്ന ആ നിമിഷം എത്തിയിരിക്കുകയാണ്. വെൽക്കം രജിഷ വിജയൻ ആൻഡ് യു ലുക്ക് സോ ഗോർജിയസ് ടുഡേ. ആൻഡ് 2 വാക്ക് ഞങ്ങൾക്കായിട്ട്, ഞങ്ങൾ പാലക്കാട്ടുകാർക്കായിട്ട് ഇന്നിവിടെ എത്തിയതിൽ സന്തോഷം ഒത്തിരി അറിയിക്കുകയാണ്. ഒരു 2 വാക്ക് ഞങ്ങൾക്കായിട്ട്. എല്ലാവർക്കും നമസ്കാരം. ഹായ്. എന്തൊരു എനർജി ആയിരുന്നു മേളത്തിന്. അതേ എനർജി നാട്ടുകാർക്കുണ്ടോ നോക്കട്ടെ. ഹായ്. ഒരുപാട് സന്തോഷമുണ്ട്. പാലക്കാട് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് ഷൂട്ടായിട്ടും രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ്. പാലക്കാടിന് സ്വന്തമായിട്ട് ഇത്തവണ ഒരു ഭയങ്കര ഗംഭീര, എനിക്കൊന്നു വളരെ വിരളമായി ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഷോ പാലക്കാടിൻ്റെ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഈ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്നു. മറൈൻ വേൾഡ് ബൈ ദ സീ എന്ന് പറഞ്ഞിട്ട് ഇത് ഓൾറെഡി ഇനാഗുറേറ്റ് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, രക്ഷ ഇവിടെ ഒരു സ്പെഷ്യൽ ഷോയുണ്ട്, അതായത് മത്സ്യകന്യകയെ ബേസിക്കലി മെർമെയ്ഡിനെ കാണിക്കുന്ന ഒരു ഷോയുണ്ട്, അതങ്ങ് സ്റ്റാർട്ട് ചെയ്യണ രക്ഷ പറഞ്ഞു. അങ്ങനെയല്ല, ചെറിയൊരു ടെക്നിക്കൽ ഡിലേ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കിഡിലനായിട്ട് അതിൻ്റെ ഒരു തുടക്കം, കാരണം എനിക്കും കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ഇതുവരെ കാണാത്തൊരു ഒരു കാര്യമാണ്. അതായത് ദുബായിൽ പോയിട്ട് അക്വേറിയൊക്കെ കണ്ടിട്ടുണ്ട്, വലിയ അക്വേറിയം കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇതുവരെ മനുഷ്യന്മാരെ ഇത്രയും വലിയൊരു അക്വേറിയത്തിൽ അല്ലെങ്കിൽ മെർമെയ്ഡ്സിനെ ഇത്രയും വലിയൊരു അക്വേറിയത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കൊന്നൊരു ഉഗ്രൻ ഷോ തന്നെയാണ് ഇവിടെ പാലക്കാടുകാർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഐ ഹോപ്പ് യു ഓൾ വിൽ ഗെറ്റ് ടു എൻജോയ് ഇറ്റ്. എല്ലാവരും അത് കാണൂ, ആസ്വദിക്കൂ. ഇപ്പം നല്ല രസമുണ്ട്, ഭയങ്കര അല്ലേ, ക്ലൈമറ്റ് ഇപ്പോൾ ബെറ്റർ ആയിട്ടുണ്ട്. ഈ ഒരു സമയമായപ്പോഴേക്ക് ഭയങ്കര രസമുണ്ട്. വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനത്തെ പുതിയ അത്ഭുതകരമായ കാര്യങ്ങളുടെ ഭാഗമാവാൻ ചെറിയ രീതിയിലെങ്കിലും സാധിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അതിൽ പറ്റുന്നതൊക്കെ സിനിമ കാരണമാണ്. സിനിമ കാണുന്ന നിങ്ങളും കഥാപാത്രങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളും കാരണമാണ് സംഭവിക്കുന്നത്. അതിനെന്നും നന്ദി ഉണ്ടാവും. ഇനിയും ഈ സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് പാലക്കാട് ഫോർ ഇൻവൈറ്റിംഗ് മീ ഹിയർ. താങ്ക് യു. മെർമെയ്ഡ് ഷോ ഉദ്ഘാടനം ചെയ്യാനായിട്ട് സെലിബ്രിറ്റി അകത്തേക്ക് പോയി. ഇതുവരെ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആയിട്ടില്ല, എല്ലാവരും വെയിറ്റിംഗ് ആണ്. അങ്ങനെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ തുടങ്ങി. ആദ്യത്തെ ടിക്കറ്റ് തന്നെ കിട്ടി. അത് അമ്പുചേച്ചി കാരണമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മറൈൻ വേൾഡിനകത്തേക്ക് കയറാം. അങ്ങനെ നമ്മളകത്ത് കയറി. ആദ്യം പാലക്കാട് നിന്ന് ആദ്യം കയറിയത് അമ്പുചേച്ചി അവിടെ എക്സിറ്റായിട്ട് ഓടുന്നുണ്ട്. അയ്യോ, ശരിക്കും വയ്യാതെയായി. AC ആണെന്നുള്ളത് ആകെ ഒരു ഭാഗ്യം. വാവ്. എന്തായാലും ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് ചൂടിൽ നിന്നത് വർത്തായെന്ന് തന്നെ പറയാം. അകത്ത് AC ഉള്ളത് ഭയങ്കര ഭാഗ്യമാണ്. മീനുകളുടെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല. ഇത് ലയൺ ഫിഷ് ആണെന്ന് തോന്നുന്നു. ഇത് ഗ്ലാസ്സുകളിൽ തുടരുന്നുള്ള വാർണിങ്സും ഇല്ല. അതൊക്കെ നോർമലി കാണേണ്ടതാണ്, അതൊന്നുമില്ല. ഇവിടെ നമ്മുടെ ആദ്യത്തെ ഡൈവറിനെ കണ്ടിട്ടുണ്ട്. നമ്മളെന്തായാലും അത്ര ധൃതിയൊന്നും പിടിക്കുന്നില്ല. മെല്ലെ കാഴ്ചകൾ കണ്ട് പോകാനുള്ള ഇതാണ്. കാരണം എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇതിനകത്തേക്ക് കയറിയെന്നുള്ളത് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം കണ്ടുകൊണ്ടിരിക്കുന്ന. സോ കൊള്ളാം. നമ്മൾ പക്ഷേ ഇതിനു വേണ്ടിയല്ല വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് അക്രലിക് ടണൽ അക്വേറിയം കാണാൻ വേണ്ടിയിട്ടാണ്.
ഇതൊക്കെ എന്ത് മീനാണെന്ന് നെയിം എഴുതി വെച്ചിരുന്നെങ്കിൽ ഭയങ്കര ഒരു ഉപയോഗമായേനെ. 2 വരികളായി മാത്രം ടണലിൽ പ്രവേശിക്കുക. ഐ തിങ്ക് നമ്മൾ ടണലിലേക്ക് മൂവ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. ഈ മീനുകളുടെയൊക്കെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ ടൈം സ്റ്റാമ്പ് ഇട്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് കോയി കാർപ്പാണെന്ന് തോന്നുന്നു. എനിക്ക് മീനുകളെക്കുറിച്ച് പിന്നെ വലിയ ധാരണയൊന്നുമില്ല, കാണാൻ ഇഷ്ടമാണെന്നേ ഉള്ളൂ. ഇത് അടുത്ത ലൈനാണ്. ഇവിടെയും ഏകദേശം അതേ കാഴ്ചകൾ തന്നെയാണ്. ഇവിടെയൊക്കെ ഗ്യാപ്പുണ്ട്. ഗ്യാപ്പ് വിട്ടാണ് ഇവർ ടാങ്ക് ഫില്ല് ചെയ്തേക്കുന്നത്. ഇത് വില്ലേജ് ട്രാവൽ ചാനലിലെ സുരേഷ് ഏട്ടനാണ്. അപ്പോൾ സുരേഷ് ഏട്ടൻ കഴിഞ്ഞ തവണ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ നമ്മൾ മീറ്റ് ചെയ്തതാണ്. ഫ്രണ്ടിൽ പോകുന്നത് നമുക്ക് ടിക്കറ്റ് എടുത്ത് തന്ന് നമ്മൾ പാലക്കാടിൽ ആദ്യം എൻട്രൻസ് ശരിയാക്കി തന്ന അമ്പുച്ചേച്ചിയാണ്. നമുക്ക് കാണാം. നമ്മൾ ടണൽ അക്വേറിയത്തിലേക്കാണ് സത്യം പറഞ്ഞാൽ മൂവ് ചെയ്യേണ്ടത്. ഈ മീനുകൾ പാലക്കാട് എത്തിയിട്ട് ഇപ്പം എത്ര നാളെയെന്നൊന്നും അറിയില്ല. 18-ാം തീയതി വന്നപ്പോഴത്തേക്ക് വെള്ളം ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഈ ഫ്രണ്ടിൽ നടക്കുന്ന 2 യൂട്യൂബേഴ്സ് ഭയങ്കര വേളം വെക്കുന്നുണ്ട്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, അവരുടെ നറേഷൻ തന്നെ ഇതിലും കേൾക്കുന്നുണ്ട്. ഇവരിട്ടിരിക്കുന്ന മ്യൂസിക് കോപ്പിറൈറ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല, അതിനെക്കുറിച്ചാണ് ഞാൻ വറീഡാവുന്നത്. ഇത് പഫർ ഫിഷാണ്. ഇത് പഫർ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിസണസ് ആണ്. നല്ല സൈസുള്ള പഫർ ഫിഷാണ്. ഒരു മനുഷ്യനെ കൊല്ലാനുള്ള അത്രയ്ക്ക് ന്യൂറോടോക്സിൻ ഈ ഒരു മീനിൻ്റെ മേലെയുണ്ട്. നമ്മൾ കാണാൻ വന്ന ടണൽ അക്വേറിയത്തിലേക്കാണ് ഇനി മൂവ് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് AC ഇല്ല, നല്ല ചൂടാണ്. AC അവിടെ മാത്രമേ ഉള്ളൂ തോന്നുന്നു. അങ്ങനെ ഇത് പിന്നെയും അതേപോലെ മീനുകൾ തന്നെയാണ്. ഇവിടെ വേറൊരു ഡൈവറുണ്ട്. നമുക്ക് ഡൈവറിനൊരു ഹായ് കൊടുത്തിട്ട് പോവാം. നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. ഹായ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ മീനുകളുടെ പേര് കൂടി അറിയാമായിരുന്നെങ്കിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയേനെ. സോ എന്തായാലും നമുക്ക് മീനുകളെ കണ്ടുകൊണ്ട് പോകാം. ഇത് പിന്നെ കോഴിക്കാർപ്പ് മാത്രമാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് കോഴിക്കാർപ്പിനെ മാത്രമേ അറിയുള്ളൂ എന്ന്. പക്ഷെ അത് കാരണം അക്വേറിയത്തിലൊക്കെ കാണുന്നതുകൊണ്ട് എനിക്കറിയാം. പിന്നെ ഈ മ്യൂസിക് ഇത്രയും ലൗഡ് ആയതുകൊണ്ട് ഞാൻ പറയുന്ന ഈ നറേഷൻ നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ജലദോഷവും ഇത്രയും ശബ്ദമുള്ള മ്യൂസിക്കും. വാവ്, ഇതെന്തായാലും ഒരു അടിപൊളി സൈറ്റ് തന്നെയാണ്. ഗോൾഡ് ഫിഷാണ്. ഇതെന്താ ഡെഡ് എൻഡാണോ? നല്ല ഇരുട്ടുണ്ടല്ലോ. നമുക്ക് ഇവിടെ നിന്ന് തിരിയാം. നമ്മൾ ഏകദേശം ടണലിലേക്ക് എത്താറായി തോന്നുന്നു. ഇതൊന്നുമില്ല, ഒരു നാരോ കോറിഡോറാണ്. മീഡിയയും സെലിബ്രിറ്റി ഒഴിച്ചു കഴിഞ്ഞാൽ പാലക്കാട് കോമൺ പീപ്പിൾ ആദ്യമായിട്ട് കയറിയത് ഞാൻ തന്നെയാണ്. അതെന്തായാലും ഒരു എന്താ പറയുക, വലിയ എക്സ്ക്ലൂസിവിറ്റിയുടെ ഒരു ഫീലിംഗ് ഒന്നുമില്ല. ബട്ട് എന്നാലും പറയാമല്ലോ ആൾക്കാരോട്, ആദ്യം കയറിയത് ഞാനാണെന്ന്. സോ ഇത് കുറേ നടക്കാനുണ്ടല്ലോ. ഇവിടെ AC ഇല്ല. ഇത് തന്നെയാണോ ഇനി വഴി? വേറെ വഴി എന്തെങ്കിലും ഉണ്ടോ? ഡയറക്ഷൻ ബോർഡ് ഒന്നും ഒട്ടിച്ചിട്ടില്ല, കാരണം ഇന്നല്ലേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. ശരി, നമുക്ക് നടക്കാം എന്തായാലും. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ടണൽ അക്വേറിയത്തിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. വാവ്, സീരിയസ്ലി ദിസ് ഇസ് സോ ഗുഡ്. എത്ര കുഞ്ഞു മീനുകളാണെന്ന് അറിയാമോ? എനിക്ക് മൈ ഗോഡ്, തലയുടെ മേലെയും ഫുള്ള്. വാവ്, ഞാനിത് ഫോറിൻ കൺട്രീസിലുള്ള ടണൽ അക്വേറിയം ആയിട്ട് കമ്പയർ ചെയ്യുന്നൊന്നുമില്ല. ബട്ട് പാലക്കാടിൽ ഇതുപോലത്തെ ഒന്ന് ഇത്രയും നീളമുള്ളത് വളരെ വളരെ അത്ഭുതമുള്ളൊരു കാഴ്ച തന്നെയാണ്. വാവ്, തിരക്കില്ലാതെ ഇത് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഇവിടെയൊക്കെ ഗ്യാപ്പുണ്ട്. വാവ്, ഇത് അരപ്പൈമ എന്ന് കണ്ടാണ് ഈ മീനിൻ്റെ പേര്. നമ്മൾ ഫിഷിംഗ് ചാനൽസിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. വാവ്, മേലേക്കൊരു മീനുണ്ട്. ഞാൻ ആക്ച്വലി അത്യാവശ്യം ഹൈറ്റ് കൂടുതലുള്ള ആളാണ്. എനിക്ക് തന്നെ കുനിയാതെ നടക്കാനും പറ്റുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ്. ഇവിടെ എഗെയിൻ വലിയ ഫിഷസാണ് ടണൽ അക്വേറിയത്തിലുള്ളത്. ഏകദേശം നമ്മൾ ടണലിൻ്റെ എൻഡിങ്ങിലായി നിർന്നു. ടണൽ കഴിഞ്ഞില്ലേ? മീനുകൾ ഇനിയും വരാനുണ്ടോ? ഇനിയും കാണാനുണ്ടോ? ശരി. ഇതിനകത്ത് ഇതിനകത്തൊരു സ്റ്റിംഗ്രേ ഉണ്ട്, തിരണ്ടി.
अभी फंक्शन हो रही है, इसके लिए ഇത് ഒരെണ്ണേ കാണുന്നുള്ളൂ. എന്തായാലും ഈ ഒരു സെക്ഷനും കൂടി കഴിഞ്ഞു. ഇനി അകത്തേക്ക് പോകാം. പിന്നെയും ഇനി എന്തോ കാണാൻ കിടപ്പുണ്ടെന്നാണ് അവിടെ നിന്നൊരു ഫ്രണ്ട് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം. ഇവിടെ ഒരു അണ്ടർ വാട്ടർ ക്യാസിൽ ഉണ്ട്. ഇതെന്താണ് കോൺസെപ്റ്റ് എന്നൊന്നും അറിയില്ല. മേ ബി അറ്റ്ലാന്റിസ് ഉദ്ദേശിച്ചിട്ടാണോ അതോ പൊസൈഡൻ്റെ കാസിലാണോ? കാരണം ഗ്രീക്ക് മിത്തോളജിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നുണ്ട്. ചിലപ്പോൾ അതെന്തെങ്കിലും ആയിരിക്കും. സോ ഒരു 360 ഇത് അണ്ടർ വാട്ടർ കാസിൽ. അതെ, ഇത് ഒരു 360 ഡിഗ്രി നമുക്ക് എടുക്കാം. ഇവിടെ കുറച്ച് അക്വേറിയം ഉണ്ട്. അത് എന്തിനാണെന്ന് അറിയുന്നില്ല. റെഡി ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇനിയും ഉണ്ട്. ഇനി അവിടെ ഐ തിങ്ക് മെർമെയ്ഡ് ഷോ നടക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ ഞാൻ വെയിറ്റ് ചെയ്തത്. വാവ്, അങ്ങനെ ഹായ്, ഇതാണ് ബാലിയിൽ നിന്നെത്തിയ സുന്ദരികളായ മെർമെയ്ഡ്സ്. ഇവിടെ താഴെ രജിഷ വിജയനും ഉണ്ട്. ടിക്കറ്റ് പ്രൈസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് പുള്ളിയെന്നൊക്കെ പറയുന്നത് ഒരു 150 രൂപയേ ഉള്ളൂ എന്ന് പറയുന്നത്. അതെനിക്ക് തോന്നുന്നു നമ്മൾ ഓരോരുത്തർക്കും വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന നമ്മുടെയൊക്കെ ഉള്ളിലുള്ളൊരു ആഗ്രഹമാണല്ലോ. കടലിൻ്റെ അടിയിൽ എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ നമുക്കുണ്ട്. മരിച്ചു പോയാൽ എന്ത് സംഭവിക്കും എന്ന് പറയുന്ന പോലെ തന്നെ കടലിൻ്റെ അടിയിൽ പോയാൽ എന്ത് സംഭവിക്കും. കാരണം നമ്മൾ നേരിട്ടധികം കാണുന്നതുകൊണ്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാണുന്നൊരു കാര്യമാണ്. അത് ഇത്രയും നമുക്ക് എല്ലാവർക്കും ഏത് സമയത്ത് വേണേലും വന്ന് കാണാൻ പറ്റുന്ന രീതിയിലൊരു ഷോ ഒരുക്കിയിട്ടുണ്ട്. ഒരു ഹായ് പറയോ? ഹായ്. അപ്പോൾ നമുക്കിനി മെർമെയ്ഡ്സിനെ ഒന്ന് കാണാം. എല്ലാവരും മെർമെയ്ഡ് ഷോയ്ക്ക് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മുതൽ എന്നും ഇവിടെ ആൾക്കാർ വരുമ്പോഴൊക്കെ ഇവർക്ക് ഈ ഒരു ഷോ ഇവിടെ ഉണ്ടാവും. സോ നമുക്ക് അവിടെ കുറച്ച് മെർമെയ്ഡ്സ് ടാങ്കിലുണ്ട്. ടാങ്കിലേക്ക് പോവാം. അതാണല്ലോ ഇവിടെ നമുക്ക് മെയിൻ അട്രാക്ഷൻ തന്നെയായിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. സോ ഇതാ ഇവിടെ ഇവരൊക്കെ ബാലിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇത്തവണ എന്തായാലും അന്നത്തെ പോലെയല്ല. നമുക്ക് രജീഷ വിജയൻ്റെ കൂടെ ഒരു ഫോട്ടോ കിട്ടിയായിരുന്നു. ഇനി നമുക്ക് ഈ മെർമെയ്ഡ് ഷോ കാണാം. ഇതെന്തായാലും ആദ്യമായിട്ടുള്ളതാണ്. ഹായ്, വെർ ആർ യു ഫ്രം? യുറേഷ്യ. വേർ ഇസ് ദാറ്റ്? ബാലി. ഹാ, ഗ്രേറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാലിയിൽ നിന്നാണ് ഇവർ വന്നിരിക്കുന്നത്. സോ ഇവരെന്തായാലും ഇത് തന്നെയാണ് ഈ ഒരു ടണൽ അക്വേറിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സോ ഇവർ മാക്സിമം സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഉറപ്പാണ്. പല സ്ഥലത്തും ഇവരിത് ചെയ്തിട്ടുള്ളതാണല്ലോ. ഇത് എൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആണ്. മേലെ ഡൈവേഴ്സൊക്കെ റെഡി ആയിട്ടിരിപ്പുണ്ട്. എന്തായാലും ഇതൊരു അത്ഭുത കാഴ്ച തന്നെയാണ്. ഇപ്പം നല്ല ക്രൗഡ് വന്നു തുടങ്ങി. ഇനി നമുക്ക് മെർമെയ്ഡ് ഷോയിൽ നിന്ന് അപ്പുറത്തേക്ക് മൂവ് ചെയ്യാം. ഇനിയുള്ളത് സെയിൽസ് എക്സിബിഷനാണ്. ഇതൊരു വലിയ ടെൻറ്റിനകത്ത് ഫുൾ വീട്ടിലേക്കുള്ള സാധനങ്ങളാണ്. ഗ്രഹോപകരണങ്ങളും പിന്നെ ടവർ ഫാൻ, സാധാരണ എക്സിബിഷനിൽ കാണുന്ന സ്റ്റാളുകളൊക്കെ ഇവിടെയുണ്ട്. നമുക്ക് എന്തൊക്കെയാണുള്ളതെന്ന് അത് നോക്കാം. ചില സ്റ്റാളുകൾ എംപ്റ്റി ആണ്, ബിക്കോസ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ഈ ഒരു സ്റ്റാളൊക്കെ ഫുൾഫിൽ ആയിരിക്കാം. സത്യം പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു എക്സിബിഷന് പോയിട്ട് കുറേ നാളായി എന്ന് തന്നെ പറയാം. ഇതൊക്കെ നമ്മളൊരു കാലത്ത് പണ്ട് ഞാൻ തിരുവനന്തപുരം ആയിരുന്ന സമയത്ത് കനകക്കുന്നിൽ ഇതേപോലെ എക്സിബിഷൻ വരും. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് ഉണ്ടാവാറുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഭയങ്കര ഒരു നൊസ്റ്റാൾജി അടിക്കുന്നു. പാറ്റയും പല്ലിയും പോകുന്ന സാധനവും പിന്നെ വെറൈറ്റി അലുവകളും. ഞാനിപ്പോൾ ഒന്നും ട്രൈ ചെയ്യുന്നില്ല, കാരണം ട്രൈ ചെയ്ത് ടേസ്റ്റ് പറഞ്ഞാലും അത് അത്രയ്ക്ക് ശരിയാവില്ല. കാരണം എനിക്ക് ജലദോഷം വന്ന് ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കുകയാണ്. ഇന്ന് കാഴ്ചകൾ മാത്രമേ കാണുന്നുള്ളൂ. ഇനി ഒരു ദിവസം വരുമ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്യാം നമുക്ക്. അതിനി വ്ളോഗ് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഇനി ഫാമിലിയുടെ കൂടെയോ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഒരു 2-3 തവണ ഇതിനകത്ത് വരണം. ഇത് പല വെറൈറ്റി അച്ചാറുകളാണ്. നമുക്ക് പിന്നെ ഇപ്പോൾ പാലക്കാട് ലുലു മാളിൽ ഇതേപോലെ
വെറൈറ്റി ആയിട്ടുള്ള അച്ചാർ കിട്ടാറുണ്ട്. പക്ഷേ എക്സിബിഷനിൽ നിന്ന് കിട്ടുന്ന അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഗുജറാത്തി പിക്കിളോ രാജസ്ഥാനി പിക്കിളോ എന്തോ ആണ് പറയാറ് അതിന്. ഇവിടെ കുട്ടികൾക്കുണ്ട് ബ്ലോ പെൻ ആൻഡ് മാജിക് ബുക്ക്. പിന്നെ ഇതെല്ലാം കുട്ടികൾക്കുള്ളതാണ്. ഇത് നമ്മുടെ 90s ചോക്ലേറ്റ്സ് എല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾ കൽപ്പാത്തി രഥോത്സവത്തിനൊക്കെ റോഡ് സൈഡിൽ ഉണ്ടാവില്ലേ, സെയിം സാധനങ്ങളാണ് ഇവിടെ ഉണ്ട്. ഒരു നൊസ്റ്റാൾജിയ. ഇത് തീരുന്നില്ലല്ലോ. ശരിക്കും അവർ പറഞ്ഞത് വളരെ വളരെ കാര്യമുള്ളൊരു കാര്യമാണ്. വലിയൊരു ട്രേഡ് എക്സ്പോ ആണെന്നുള്ളത് സത്യമാണ്. ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഫ്രഷ് ആയിട്ട് നട്ട്സ് ഫ്രൈ ചെയ്യുന്നുണ്ട്. നല്ല മണം അറിയുന്നുണ്ട്. ടേസ്റ്റ് പോയെന്നേ ഉള്ളൂ. വാവ്, നടന്ന് തളർന്നു. ഇവിടെ എയർ കണ്ടീഷൻഡാണ്. ബട്ട് സ്റ്റിൽ പാലക്കാടിലെ ചൂടിന് എയർ കണ്ടീഷനൊക്കെ ഒന്ന് വർക്കായി തുടങ്ങാൻ കുറച്ച് സമയമെടുക്കും. മെല്ലെ ഇത് ഫുള്ള് എന്തായാലും ഇവിടെ ഒരു ഫോട്ടോ പോയിൻ്റ് ഉണ്ട്. ഫുള്ള് എന്തായാലും നമ്മൾ ക്യാമറയിൽ പകർത്തുന്നുണ്ട്. ഇവിടെ നല്ല ഭംഗിയുള്ള ഡ്രീം ക്യാച്ചേഴ്സ് കിടപ്പുണ്ട്. ഇത് ഫുള്ള് കമ്മലിൻ്റെ ഒരു സെക്ഷനാണ്. ഇവിടെ അഗൈൻ കുട്ടികൾക്കൊരു പാരഡൈസ് തന്നെയാണ്. ഫുള്ള് ടോയ്സിൻ്റെ സെക്ഷനാണ്. ശരിക്കും പൂരം, വേല, കുമ്മാട്ടിയൊക്കെ വരുന്ന സമയത്തുള്ളതുപോലെ തന്നെ മുഴുവൻ ടോയ്സിൻ്റെ ഷോപ്പുകളാണ് ഇവിടെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനിയും തീർന്നിട്ടില്ല. അടുത്തൊരു ടെൻറ്റിലേക്ക് വേറൊരു എൻട്രൻസ് വെച്ചിട്ട് മൂവ് ചെയ്യുകയാണ്. ഇവിടെ AC ഇല്ല. AC ടെൻറ്റ്, അതും ഇത് നോൺ AC ടെൻറ്റിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടെ പാട്ടുണ്ട്. AC നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ശരിക്കും ഇവിടുത്തെ ചൂട് മനസ്സിലാവുന്നത്. ഭയങ്കര ചൂടാണ് ഈ ഒരു ടെൻറ്റിനകത്ത്. ഫാൻ ഇട്ടിട്ടുണ്ട്. ഫാൻ ഇട്ടാലും ആ ഒരു ചൂട് കാറ്റ് തന്നെയാണ് താഴേക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പോപ്കോണിൻ്റെ ഒരു ഷോപ്പ്. ഈശ്വര, ഇനിയും കഴിഞ്ഞില്ലേ? ഇത് കൊള്ളാം. വന്നു കഴിഞ്ഞാലൊരു അരമണിക്കൂറോളം നടന്ന് ഷോപ്പ് ചെയ്ത് കണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. എന്തായാലും കൊള്ളാം. പാലക്കാട് വന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു എക്സിബിഷൻ ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ വരുന്ന എക്സിബിഷനൊക്കെ ഞാൻ പോകുന്നതാണ്, അപ്പോൾ എനിക്കറിയാം. സോ എന്തായാലും 40 ദിവസമാണ് ഇവിടെ ഒരു എക്സിബിഷൻ ഉണ്ടാവുക. സോ തീർച്ചയായിട്ടും വന്ന് ഇതൊക്കെ ഒന്ന് കാണുക, ഇവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇവിടെ ഒരു ബുക്ക് സ്റ്റോളുണ്ട്. ഇനിയും കഴിഞ്ഞിട്ടില്ല. അതാ ഇവിടെ ഇപ്പോഴും രജീഷ വിജയൻ ഇവിടെ നിൽപ്പുണ്ട്. പുള്ളിക്കാരി എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഷാനവാസൊക്കെ എന്ത് എന്നിട്ടുണ്ടല്ലോ. കപ്പയും ബീഫുമാണ്, കപ്പയും മീനുമാണ്. ഷാനോ കയറിയോ? അങ്ങനെ നമ്മൾ ഫുഡ് കോർട്ടിലെത്തി. സോ ഇവിടെ ഐസ്ക്രീം സ്റ്റാള്, മുളക് ബജി, പാനിപ്പൂരി, കുലുക്കി സർബത്ത്, പാവ് ഭാജി, ദോശ, മസാല പപ്പട്, ഷുഗർ കെയിൻ ജ്യൂസ്, പൊട്ടറ്റോ ട്വിസ്റ്റർ, പിന്നെ അടുക്കള, ചിക്കൻ കൊത്തു പൊറോട്ട. വാവ്, വലിയൊരു ഫുഡ് കോർട്ടും ഉണ്ട്. കൊള്ളാം. ഫുഡ് കോർട്ട് AC അല്ല അഗൈൻ. ഇവിടെ വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഡിഷസ് ഉണ്ട്. ബാക്കിൽ ചിക്കൻ പൊട്ടിത്തെറിച്ചത് കോംബോ, കരിജീരക കോഴി കോംബോ, ബീഫ് കൊത്തു പൊറോട്ട. വെജിറ്റേറിയൻസിനൊന്നുമില്ല എന്നുള്ളതാണ് ഇതുവരെ ഞാൻ കണ്ടതിൽ വെച്ച് മനസ്സിലാക്കുന്നത്. ഗോബി മഞ്ചൂരിയൻ ഉണ്ടാവേണ്ടതാണല്ലോ. പഴംപൊരി ഉണ്ട് നമ്മൾ വെജിറ്റേറിയൻസിന്. പിന്നെ പാവുഭാജി ഉണ്ടാവും. നല്ല പൊറോട്ട ഇവിടെ കാണുന്നുണ്ട്. ഫ്രഷ് ലൈം സോഡ ഒന്നും ആയിട്ടില്ല, ഓപ്പൺ ആയിട്ടില്ല. ഇവിടെ ഒരു ചായക്കടയുണ്ട്. എന്തായാലും മറൈൻ വേൾഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഫാമിലി ഗെയിം ഉണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ ടൈറ്റാനിക്കിൽ പോയി കളിച്ചിട്ട് നമ്മുടെ കാശ് പോയത് നിങ്ങൾ കണ്ടതാണ്.
15 15 15 17 17 17 17 17 12 പ്രൈസ് കൊടു 12 പ്രൈസ് കൊടു അടിപൊളി സൂപ്പർ ആട്ടോ അടിപൊളി. അങ്ങനെ എല്ലാ കാഴ്ചയും നമ്മൾ കണ്ടു കഴിഞ്ഞു. ആൾക്ക് കുറച്ചുകൂടി ലക്കുണ്ട്. ഫാമിലി ഗെയിം കളിച്ചപ്പോഴത്തേക്ക് പ്രൈസ് കിട്ടി, എനിക്കത് കിട്ടിയിരുന്നില്ല. സോ നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതൊന്നും തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇനി ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്നും അറിയില്ല. സോ അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം മറൈൻ വേൾഡ് നമ്മൾ വീഡിയോ എടുത്തിരിക്കുകയാണ്. രജിഷ വിജയനെയും നമുക്ക് അത്യാവശ്യം അടുത്ത് കാണാൻ പറ്റി, ഫോട്ടോ എടുക്കാൻ പറ്റി, വീഡിയോ എടുക്കാൻ പറ്റി. കഴിഞ്ഞ തവണത്തെ പോലെ ആയില്ല. സോ സാറ്റിസ്ഫൈഡ് ആണ്. ആൻഡ് വീഡിയോ ഇഷ്ടമായാൽ അതിനു മുമ്പ് ഒരു കാര്യം പറയേണ്ടത്, നിങ്ങളിവിടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഈവനിങ് ടൈം വരിക. ഈ ഒരു ടൈമാണ് ഏറ്റവും നല്ലത്, കാരണം നല്ല ചൂടാവാൻ സാധ്യതയുണ്ട്. മഴയുള്ള സമയത്താണെങ്കിൽ കുഴപ്പമില്ല, അകത്ത് ചില സ്ഥലത്ത് മാത്രമേ AC ഉള്ളൂ, അത് കഴിഞ്ഞാൽ ചൂട് തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. രവീസ് ബ്ലോഗ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.